Hi students, in this video we are going to explain dot vector, which is a continuation of the previous video. Okay, so previous video we have already discussed what is array and just a definition of the dot vector. Okay, so dot vector means it is a descriptor which is used to hold shape information at runtime. ഓക്കെ ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു വാട്ട് ഈസ് സ്റ്റാറ്റിക് അലോക്കേഷൻ, വാട്ട് ഈസ് ഡൈനാമിക് അലോക്കേഷൻ ഇതെല്ലാം പറഞ്ഞു. സ്റ്റാറ്റിക് അലോക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇഫ് ദ സൈസ് ഓർ ഷേപ്പ് ഓഫ് ദി അറേ ഇസ് നോൺ അറ്റ് കമ്പൈൽ ടൈം ദെൻ ഇറ്റ് ഈസ് സ്റ്റാറ്റിക്. If the size and shape of the array is known at only runtime, it is dynamic. Okay, ഇപ്പം നമ്മളൊരു അറേയുടെ സൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ബൗണ്ട് വരും, ദെൻ ഡയമെൻഷൻ, ഈ ഇൻഫർമേഷൻസ് എല്ലാം വരും. ഈ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് കമ്പൈൽ ടൈമിൽ തന്നെ അറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻഫർമേഷൻസിനെല്ലാം നമ്മൾ സിമ്പിൾ ടേബിളിനകത്തോട്ട് പ്ലേസ് ചെയ്യും. But if that particular informations are not known at compile time, then informations has to be stored in a dot vector. Okay, എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ കമ്പൈൽ ചെയ്യുന്ന ടൈമിൽ ഇഫ് വി ഡോണ്ട് നോ ദ ഷേപ്പ് മീൻസ് സൈസ് ആൻഡ് bound. Similarly, dimension. All these informations are not known at compile time. Then we have to look into the dot vector. Okay, compile ടൈമിൽ നമുക്ക് ഈ ഇൻഫർമേഷൻസ് എല്ലാം അറിയാമെങ്കിൽ അവരെ നമ്മൾ സിമ്പിൾ ടേബിളായിരിക്കും സ്റ്റോർ ചെയ്യാം. വി മേ ജസ്റ്റ് ലുക്ക് ഇൻ ടു ദ സിമ്പിൾ ടേബിൾ. ബട്ട് ഇഫ് ദീസ് ഇൻഫർമേഷൻസ് ആർ നോട്ട് നോൺ അറ്റ് കമ്പൈൽ ടൈം ദെൻ വി ഹാവ് ടു ലുക്ക് ഇൻ ടു ദി ഡോട്ട് വെക്റ്റർ. ഓക്കെ, അപ്പോൾ ഡൈനാമിക് ആയിട്ട് അല്ലെങ്കിൽ റൺ ടൈമിലാണ് നമുക്ക് ഈ അറേയുടെ ഷേപ്പ്, സൈസ്, ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ ദി ഡോട്ട് വെക്റ്റർ. അത് ഡോട്ട് വെക്റ്ററിലായിരിക്കും store in. Okay, now we may just go into the definitions. Okay, so a descriptor or dot vectors are used to hold the shape information at a runtime. Okay, on compilation, simple table may maintains bounds and dimensions of every array. Okay, compile ടൈമിൽ നമുക്ക് ഇൻഫർമേഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ഷേപ്പ്, ഇഫ് ദ ഷേപ്പ് ഓഫ് ദ അറേ ഇസ് നോൺ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ മെയിൻറ്റെയിൻ ഇറ്റ് ഇൻ ദ സിമ്പിൾ ടേബിൾ. If array dimensions are statically known, compiler can look into the simple table to compute address of elements. സ്റ്റാറ്റിക് ആയിട്ട് നമുക്ക് ഓൾറെഡി അറേയുടെ ഡീറ്റെയിൽസ് എല്ലാം അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് സിമ്പിൾ ടേബിളിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എലമെൻറ്റ്സിൻ്റെ ലൊക്കേഷൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ബട്ട് ഇഫ് അറേ ഡയമെൻഷൻസ് ആർ നോട്ട് നോൺ സ്റ്റാറ്റിക്കലി നമുക്ക് അറിയാൻ പറ്റിയില്ലെങ്കിൽ ദ കമ്പൈലർ മസ്റ്റ് ലുക്ക് ഇൻ ടു ദി ഡോട്ട് വെക്റ്റർ അറ്റ് റൺ ടൈമിൽ എവിടെ നോക്കണം നമ്മൾ? വി ഹാവ് ടു ലുക്ക് ഇൻ ടു ദി ഡോട്ട് വെക്റ്റർ. Dot vector may contains the lower bound and size of each dimensions. But dot vector nathu mainly രണ്ട് entries ആണ് വരുന്നത്. First one is the lower bound. അറേയുടെ lower boundും വരും, then size of each dimensions. ഓരോ ഡയമെൻഷൻസിൻ്റെയും സൈസും ഉണ്ടാകും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ we can calculate the upper bound. Okay. If language perform dynamic semantic check for out of bound subscriptions, then dot vector may contains upper bound also. Okay, out of bound ആണ് കാണിക്കുന്നതെങ്കിൽ അതിനകത്ത് നമ്മൾ എന്തുകൂടെ കൊടുക്കണം? We have to specify the upper bound also. Okay, so dot vector എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ dot vector may hold the informations about the size of an array. If the shape or if we don't know the details of shape of an array, then we will arrive or we will derive it at the റൺ ടൈമിലായിരിക്കും നമ്മളത് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ആ ഇൻഫർമേഷൻസ് നമ്മൾ ഡോട്ട് വെക്റ്ററിനകത്ത് സ്റ്റോർ ചെയ്യും. ഇഫ് ദ ഇൻഫർമേഷൻസ് അബൌട്ട് ദ ഷേപ്പ് ഓഫ് ദി array is known at the compile time, that is stored in the simple table. The compiler may just go to the needed to just go through the simple table only. Okay, but if it not known at compile time, then the compiler has to look into the dot vector. It mainly stores two informations, that is the lower bound and the size of the array. Okay, and if any out of bound exceptions occurs, then it has to store the upper bound also. This diagram shows the memory allocation of array. ഈ ഒരു ഇത് കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറേയുടെ മെമ്മറി അലോക്കേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് എ ലാംഗ്വേജ്, അഡ ലാംഗ്വേജിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അഡയിലുള്ളതാണ്. പ്രൊസീജിയർ ഫൂ, ദെൻ സൈസ് ഇൻറ്റിജർ ഇസ്, ജസ്റ്റ് ഒരു പ്രൊസീജിയർ ഫൂ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ. അതിനകത്ത് എം എന്ന് പറഞ്ഞൊരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് സൈസ് എന്ത് ചെയ്തിട്ടില്ല, സൈസ് നമ്മൾ എന്താണ്
കൊടുത്തിട്ടില്ല 1 to സൈസ് അതേ കണക്ക് 1 to സൈസ് ഓഫ് എന്ന് വെച്ചാൽ ഇത് 2 ഡയമെൻഷണൽ അറയാണ്. അതിൻ്റെ ലോവർ ബൗണ്ട് 1 എന്ന് കൊടുത്തിട്ടുണ്ട്, അപ്പർ ബൗണ്ട് ഇവിടെ കൊടുത്തിട്ടില്ല, ജസ്റ്റ് സൈസ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം ദെൻ ഫൂ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഫൂ എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഈ സൈസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഈ ഒരു എന്താണ് ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ദെയർ ഈസ് ആൻ ആക്ടിവേഷൻ റെക്കോർഡ്, സ്റ്റാക്കിനകത്ത് നമ്മൾ ഇവരെല്ലാവരും സ്റ്റോർ ചെയ്യും. ദെൻ സ്റ്റാക്ക് ഫ്രെയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റാക്ക് എന്ന് പറയുന്നത് നമ്മൾ 2 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് വിച്ച് സ്റ്റോഴ്സ് ദി ഫിക്സഡ് പാർട്ട്, ഫിക്സഡ് ആ ഒരു സബ് റൂട്ടിനകത്ത് വരുന്ന ഫിക്സഡ് എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്യാനാണ് ഫിക്സഡ് പാർട്ട് കൊടുത്തേക്കുന്നത്. വേരിയബിൾ ആയിട്ടുള്ള മീൻസ് സൈസ് അറിഞ്ഞുകൂടാത്ത ആൾക്കാരെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേരിയബിൾ സൈസ് പാർട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ആക്ടിവേഷൻ മേ ഡിഫോൾട്ട് കണ്ടെയ്ൻ സം ഇൻഫോർമേഷൻസ്. ഏതൊരു സബ് റൂട്ടിൻ്റെ ആയാലും ആക്ടിവേഷൻ റെക്കോർഡിനകത്ത് കുറച്ച് ഡിഫോൾട്ടായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടാവും. എന്താ വെച്ചാൽ ബുക്ക് കീപ്പിംഗ് ഇൻഫർമേഷൻസ്, ദെൻ റിട്ടേൺ അഡ്രസ്, ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺസ്, ഇതൊക്കെ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ഈ ഒരു ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അറേയുടെ സൈസ് അല്ലെങ്കിൽ ഷേപ്പ് ഇൻഫോർമേഷൻ നമുക്കിവിടെ ഇല്ല, മീൻസ് അപ്പർ ബൗണ്ട് നമുക്കിവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പം നമുക്കിതിനൊരു ഡോപ്പ് വെക്റ്റർ ഉണ്ടായിരിക്കും. ഇത് ഡൈനാമിക് ആയിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ എടുക്കുന്നത്. ഡൈനാമിക് ആയിട്ട് ഇൻഫർമേഷൻ എടുക്കുമ്പോൾ നമ്മൾ ആ ഇൻഫർമേഷൻസ് എവിടെ സ്റ്റോർ ചെയ്യണം, ഡോപ്പ് വെക്റ്ററിൽ സ്റ്റോർ ചെയ്യണം. ഈ എം എന്ന് പറഞ്ഞ അറേക്ക് ഡോപ്പ് വെക്റ്റർ ഉണ്ടായിരിക്കണം. ആ ഡോപ്പ് വെക്റ്റർ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യും, വി വിൽ സ്റ്റോർ ഇൻ ദ ഫിക്സഡ് പാർട്ട്, ഫിക്സഡ് പാർട്ടിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ദെൻ ഈ എം എന്ന് പറയുന്നത് ഇത് ഡൈനാമിക് ആണോ സ്റ്റാറ്റിക് ആണോ, എം എന്ന് പറയുന്ന അറേയുടെ സൈസ് നമ്മൾ റൺ ടൈമിൽ എടുക്കത്തേ ഉള്ളൂ. ഓക്കെ, സോ ഇറ്റ് ഈസ് എ വേരിയബിൾ സൈസ്ഡ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ വേരിയബിൾ എന്താണ് ഇതിൻ്റെ സൈസ് എന്തല്ല, ഫിക്സഡ് അല്ല. അപ്പം നമ്മൾ അവരെ എമ്മിനെ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യണം, വേരിയബിൾ സൈസ് പാർട്ട് ഓഫ് ദ ഫ്രെയിമിൽ പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പോയിൻ്റർ നമ്മൾ എവിടെ സെറ്റ് ചെയ്യണം, ഈ ഫിക്സഡ് പാർട്ടിൽ സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ അറേ എം എന്ന് പറയുന്ന അറേയുടെ സൈസ് ഡൈനാമിക് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് വി ഷുഡ് ഹാവ് ടു പ്ലേസ് എം ഇൻ ദി വേരിയബിൾ പാർട്ട് ഓഫ് ദി ഫ്രെയിം, ഫ്രെയിമിൻ്റെ വേരിയബിൾ പാർട്ടിൽ പ്ലേസ് ചെയ്യണം. അതേ കണക്ക് വിച്ച് ആർ ദ ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദി ഫിക്സഡ് പാർട്ടിൽ വി ഹാവ് ടു സ്റ്റോർ എ പോയിൻ്റർ. ആ എമ്മിലോട്ട് പോയിൻ്റ് ചെയ്യുന്നൊരു പോയിൻ്ററും സ്റ്റോർ ചെയ്യണം. സിമിലർലി ഡോപ്പ് വെക്റ്റർ, ഈ എമ്മിൻ്റെ തന്നെ ഒരു ഡോപ്പ് വെക്റ്ററും സ്റ്റോർ ചെയ്യണം. പിന്നെ ഡിഫോൾട്ടായിട്ട് വരുന്ന ബുക്ക് കീപ്പിംഗ് ഇൻഫർമേഷൻ, റിട്ടേൺ ഇൻഫർമേഷൻ, ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ ടൈപ്പ്, ഇതെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കണം. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും. ഇപ്പം ഇത് ഓൾറെഡി എന്ന് വെച്ചാൽ ഇവിടെ സൈസ് 1 to 10 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡോപ്പ് വെക്റ്ററിൻ്റെ ആവശ്യമില്ല. ഈ എമ്മിനെ നമ്മൾ വേരിയബിൾ പാർട്ടി വെക്കേണ്ട ആവശ്യമില്ല, ഫിക്സഡ് പാർട്ടി തന്നെ വെച്ചാൽ മതിയായിരുന്നു. സിൻസ് ഹിയർ ദ സൈസ് ഇസ് നോട്ട് ഡ്യൂറിങ് കമ്പൈൽ ടൈം, ഇവിടെ സൈസ് നമുക്ക് കമ്പൈൽ ടൈമിൽ അറിയത്തില്ല. ഓൺലി ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ വി മേ നോ ദി സൈസ്. സോ we may need a dop vector. ഇതിനൊരു ഡോപ്പ് വെക്റ്റർ വേണം. ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദി ഫിക്സഡ് പാർട്ട്. ഓക്കെ, ദെൻ എമ്മിൻ്റെ വാല്യൂ ഇവിടെ അപ്പർ ബൗണ്ട് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് വി ഹാവ് ടു പ്ലേസ് എം ഇൻ ദി വേരിയബിൾ പാർട്ട് ആൻഡ് എ പോയിൻ്റർ ടു ദാറ്റ് പെർട്ടിക്കുലർ എം ഇസ് സ്റ്റോർഡ് ഇൻ ദി ഫിക്സഡ് പാർട്ട്. ഓക്കെ, then these are the various operations in array. An array operation is one that operate on an array as a unit. The most common array operations are assignment, catenation, comparison for equality and equality, and slices. ഇതാണ് മെയിൻലി വരുന്ന array operations. A C-based language do not provide any array operations. C-based ലാംഗ്വേജിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് array operations ഒന്നും പറ്റില്ല except through the method of Java, C++ and C#. Perl support array assignment but do not support comparison. Perlനകത്ത് array assignment നമുക്ക് പറ്റും, പക്ഷേ എന്ത് പറ്റില്ല, comparison നമുക്ക് പറ്റില്ല. Ada allows array assignment including those where the right side is an aggregate value rather than the array name. Okay, അപ്പം അടയ്ക്കകത്തും അസൈൻമെൻ്റ് എന്നൊരു ഓപ്പറേഷൻ പറ്റും. നെക്സ്റ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ ദ അറേ. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഹൗ അഡ്രസ് കാൽക്കുലേഷൻ ഈസ് പെർഫോംഡ് ഇൻ അറേ. അറേക്കകത്ത് എങ്ങനെയാണ് അഡ്രസ് കാൽക്കുലേഷൻ. ഓക്കെ, so these are the various equations related to address calculation. Address calculation ആയിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ ഇതാണ്. അഡ്രസ് കാൽക്കുലേഷൻ എ, ഇപ്പം നമ്മൾ കൺസിഡർ വി ഹാവ് ആൻ അറേ, ഒരു അറേ എ എന്ന് പറഞ്ഞൊരു അറേ ഉണ്ട് വിത്ത് അറേ സബ്സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട് L1 to U1 ഓഫ് അറേ L2 to U2 ഓഫ് അറേ L2 to U3 ഓഫ് എലമെൻറ്റ് ടൈപ്പ്. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ 3 dimensional അറേ. എ എന്ന് പറയുന്ന ഒരു 3 dimensional അറേ ആണ്. First dimension L1 to U1, second is L2 to U2, then L3
3 to U3. ഈ ഒരു 3-dimensional അറേയിൽ ഓരോ എലമെൻസിൻ്റെയും ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ പറയുന്ന താഴത്തെ ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്നത്. അതാണ് അഡ്രസ് കാൽക്കുലേഷൻ. ഓക്കെ, അറേക്കകത്ത് ഈ L1 to U1, L2 to U2, L3 to U3 എന്ന് പറഞ്ഞ 3-dimensional അറേയിൽ ഓരോ എലമെൻസും ഏത് ലൊക്കേഷനിൽ പ്ലേസ് ചെയ്യണം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 കോൺസ്റ്റൻസ്, സിൻസ് ദിസ് ഈസ് എ 3-dimensional അറേ, 3 കോൺസ്റ്റൻസ് ആർ റിലേറ്റഡ് ടു ദിസ് പെർട്ടിക്കുലർ അറേ. ഇതൊരു 3-dimensional അറേ ആയതുകൊണ്ട് ഈ അറേയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 3 കോൺസ്റ്റൻസ് ഉണ്ട്. ദാറ്റ് ഈസ് S3, S2 ആൻഡ് S1. ഓക്കെ, S3, S2 ആൻഡ് S1. ഓക്കെ, സോ S3 എന്ന് പറയുന്നത് സൈസ് ഓഫ് എലമെൻറ്റ് ടൈപ്പ്. ഇപ്പോൾ ഇൻറ്റിജർ ടൈപ്പാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇഫ് ഐ എം സ്റ്റോറിങ് എ ക്യാരക്ടർ അറേ, ദെൻ അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. ഇഫ് ഐ എം സ്റ്റോറിങ് എ ഡബിൾ, ഇറ്റ് സൈസ് ഇസ് 8. ഓക്കെ, ദെൻ S2 എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന U3 മൈനസ് L3 പ്ലസ് 1 സ്റ്റാർ ദിസ് S3 ഇൻറ്റു സൈസ് ഓഫ് എ റോ. ദെൻ S2 എന്ന് പറയുന്ന സൈസ് ഓഫ് എ റോ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ S3 കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ S3 ആണ്. ദെൻ S1 എന്ന് പറയുന്നത് U2 മൈനസ് L2 പ്ലസ് 1 സ്റ്റാർ S2 വിച്ച് ഇസ് ദ സൈസ് ഓഫ് ദി പ്ലെയിൻ. ഒരു പ്ലെയിൻ്റെ സൈസാണ് ഈ പറയുന്നത്. സോ ഹൗ ടു കാൽക്കുലേറ്റ് A ഓഫ് I, J, K ഈച്ച് ടൈം. എങ്ങനെയാണ് A ഓഫ് I, J, K കാൽക്കുലേറ്റ് ചെയ്യുന്നത്? I എന്ന് പറയുന്നത് ഈ A ഓഫ് I, J, Kയിൽ I എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് പ്ലെയിൻ, J എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ്, K എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ്. ഓക്കെ, so in the case of A of I, J, K, I represents the number of planes, J represents the number of rows and K represents number of columns. So ഇതിൻ്റെ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അഡ്രസ് ഓഫ് എ എന്ന് വെച്ചാൽ എക്ക് ഒരു ബേസ് അഡ്രസ് കാണുമല്ലോ, മീൻസ് സ്റ്റാർട്ടിംഗ് അഡ്രസ്. സോ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് എ പ്ലസ് I മൈനസ് L1 സ്റ്റാർ S1, I എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു, നമ്പർ ഓഫ് പ്ലെയിൻസ്, പ്ലസ് J മൈനസ് S2 സ്റ്റാർ J മൈനസ് L2 സ്റ്റാർ S2 പ്ലസ് K minus L3 star S3. Please study these equations by heart. Okay? ഈ equations പഠിക്കുക. Now this is a example. ഒരു അഡ്രസ് കാൽക്കുലേഷൻ എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. We have given an array. ഒരു array നമുക്ക് തന്നിട്ടുണ്ട്. 1 to 8, 1 to 5, 1 to 7 of integer എന്ന് പറയുമ്പോൾ ഇവിടെ 3 സബ്സ്ക്രിപ്റ്റ് ഉണ്ട്. So this is a 3-dimensional array. Calculate the address of element A536. ഈ ഒരു ലൊക്കേഷൻ്റെ അഡ്രസ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാൽക്കുലേറ്റ് അഡ്രസ് ഓഫ് എലമെൻറ്റ് A of 536 by using row and column method if BA is equal to 900. BA എന്ന് ഉദ്ദേശിക്കുന്നത് ബേസ് അഡ്രസ്, ദാറ്റ് ഇസ് എ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദിസ് പർട്ടിക്കുലർ അറേ A. എയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സാണ് 900. അങ്ങനെയാണെങ്കിൽ ഈ ലൊക്കേഷൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കണം. സോ വി നോ A of I, J, K is equal to എന്താണ് നമ്മുടെ ഇക്വേഷൻസ്, അഡ്രസ് ഓഫ് എ ബേസ് അഡ്രസ് പ്ലസ് I മൈനസ് L1 സ്റ്റാർ S1 പ്ലസ് J മൈനസ് L2 സ്റ്റാർ S2 പ്ലസ് K മൈനസ് L3 സ്റ്റാർ S3. Please study that equation. Okay, base address of A plus I minus L1 star S1 plus J minus L2 star S2 plus K minus L3 star S3. Okay, so നമുക്കിവിടെ കാണേണ്ടത് A of 536 അല്ലേ. സോ ദ വാല്യൂ ഓഫ് I is 5, J is 3 and K is 6. Then lower bound L1 എന്ന് പറയുന്നത് 1, U1 is 8, L2 എന്ന് പറയുന്നത് 1, U2 is 5, L3 എന്ന് പറയുന്നത് 1 and U3 is 7. Okay, ഇനി നമുക്ക് since this is a 3-dimensional array, we want to identify 3 constants S3, S2 and S1. S3 എന്ന് പറയുന്നത് സൈസ് ഓഫ് ദി ഡേറ്റ ടൈപ്പ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, സൈസ് ഓഫ് ദി എലമെൻറ്റ് ടൈപ്പ്. ഇവിടെ എന്താണ്, ഇൻറ്റിജർ ടൈപ്പ് ഓഫ് ഡേറ്റാസ് ആണ്. സോ വി വിൽ ഫിക്സ് ഇറ്റ് ആസ് 4. ഓക്കെ, സോ S3 is equal to എന്താണ്, സൈസ് ഓഫ് ദി എലമെൻറ്റ് ടൈപ്പ് ഇൻറ്റിജർ ആയതുകൊണ്ട് നമ്മൾ 4 ആയിട്ട് ഫിക്സ് ചെയ്യുന്നു. ദെൻ വാട്ട് ഈസ് ദി ഇക്വേഷൻ ടു ഫൈൻഡ് S2? S2 is equal to U3 മൈനസ് L3 പ്ലസ് 1 സ്റ്റാർ S2. ഓക്കെ, S2 is equal to U3 മൈനസ് L3 പ്ലസ് 1 സ്റ്റാർ S3. വാട്ട് ഈസ് U3? ഇതല്ലേ U3 അപ്പർ ബൗണ്ട്. U3 എന്ന് പറയുന്നത് 7 മൈനസ് L1 L3 എന്ന് പറയുന്നത് 1. അപ്പോൾ 7 മൈനസ് 1 സ്റ്റാർ S3 എന്താണ് 4, which is equal to 7 minus 1 plus 1 star 4, which is equal to 28. Now S1 is equal to again എന്താണ് L2 minus U2 minus L2 plus 1 star S2. What is U2? U2 എന്ന് പറയുന്നത് 5 minus 1
plus 1, 5 minus 1 plus 1 star, what is the value of S2? S2 is 28, that is 140. Therefore, the address of A of ijk, that is A of 536 is equal to base address of A. What is base address of A? It is 900. 900 plus I. What is the value of I? 5. 5 minus L1, 1. 5 minus 1 star S1, 140 plus J. J is, what is the value of J? J is 3. J is 3. 3 minus L2. L2 is 1 star S2 is 28 plus K യുടെ value എന്ന് പറയുന്നത് 6. 6 minus L3 is again 1 star S3 is 4. Okay, so we will get the location as 1536. This is the location of or address of A of 536. Okay, thank you. This is a university question. What are the memory layout used in array and how the address calculation is done in 3-dimensional array? That's all. Thank you.